നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോഴേ തൃശ്ശൂർ കുറ്റൂർ പാടെന്ന് പറയും, അവിടെയാണ്. നല്ല അടിപൊളി പാടശേഖരം കേട്ടോ, സൂപ്പർ പാടശേഖരം. റോഡ് പണി നടക്കുന്നതുകൊണ്ട് വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ നടന്നു പോയിട്ട് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ കറക്റ്റ് സ്പോട്ട് വരെ എത്തിയായിരുന്നു. ഇവിടെ മാലിന്യം ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തോടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. നമ്മളതിന് താഴേക്ക് ഇറങ്ങിയിട്ടോ. ഈ കാണുന്നത് ശോഭ സിറ്റി കേട്ടോ, ശോഭ സിറ്റി. അപ്പോൾ അത് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാം. അവിടെ ചേട്ടന്മാർ കൃഷിപ്പണി ചെയ്യുന്നുണ്ട്. പാടത്ത് പക്ഷികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് പാട്ടയമ കൊട്ട് ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സംഭവം അടിപൊളി കാഴ്ചകളാണ്. ശോഭ സിറ്റിയും നെൽപ്പാടും തോടും. തോട്ടിൽ ഇതുപോലെ കണ്ട കുളവാഴ പൂത്ത് നിൽക്കണ കണ്ട. നല്ല അടിപൊളി പാടശേഖര. ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സൺസെറ്റ് കാണാൻ പറ്റിയ അടിപൊളി സ്പോട്ടാട്ടോ. ഇവിടെ കൃഷിപ്പണി നടക്കുന്നതുകൊണ്ടേ പക്ഷികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പടക്കം പൊട്ടിച്ച പക്ഷികളൊക്കെ പറന്നുകൊണ്ട് ഒരുപാട് പക്ഷിക്കൂട്ടുണ്ട്. ചേട്ടന്മാരവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല വീശുന്നുണ്ട്. ആകെ കൂടിയിട്ടേ മൂടി കെട്ടിയിട്ട് മഴക്കാറുള്ളൊരു അന്തരീക്ഷം. ചേട്ടൻ പല സ്ഥലത്തും വല എറിഞ്ഞിട്ട് മീൻ കിട്ടിയില്ല കേട്ടോ. അപ്പം മീൻ കിട്ടുന്ന അടിപൊളി സ്പോട്ട് നോക്കിയിട്ട് വന്നിട്ട് ചേട്ടൻ ഇവിടെ അടിപൊളിയായിട്ട് വല വീശിയിട്ടുണ്ട്. വല വീശിയിട്ട് ഇനിയിപ്പോൾ അത് എടുത്തിട്ട് വേണം അതിലെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ആറ്റിലും തോട്ടിലും നീന്തി കളിക്കുന്ന മീനെ പിടിക്കുള്ള പരിപാടി കേട്ടോ. അങ്ങനെ മെല്ലെ വല ആ ചേട്ടൻ വലിച്ച് എടുത്തോണ്ടിരിക്കുക കേട്ടോ. വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടും ക്ഷമയോടും കൂടിയിട്ടാണ് ആ ചേട്ടൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം സഹായിക്കുക ഒരു പയ്യനുണ്ട്. ആളുടെ മോനാണോ എന്താണെന്ന് അറിയില്ല, ഒരു പയ്യൻ. അവരപ്പോൾ ആ വലയൊക്കെ കയറ്റിയിട്ട് മെല്ലെ അങ്ങോട്ട് നടന്നു വരിക. എന്തായാലും കുറച്ച് മീനതിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാണ് മീനെന്നൊക്കെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വലയൊന്ന് തുറന്നു നോക്കണം. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ തുറന്നു നോക്കി. അപ്പോൾ 1-2 ചെറിയ മീൻ, പരല് അതൊക്കെ കിട്ടി. അതുപോലെ ചെറിയൊരു വാള അതിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നെടുത്തിട്ട് ചേട്ടൻ ഒരു കൂട കൊടുത്തിട്ടുണ്ട്. ആ കൂടയിലേക്ക് ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ്. അങ്ങനെ ചേട്ടൻ വീണ്ടും വല വീശാൻ പോയിട്ടുണ്ട്. ഇവിടെ ചൂണ്ടയിടാൻ പറ്റിയൊരു നല്ല സ്പോട്ട് കൂടി ഇട്ടത്. ഇവിടുത്തെ മറ്റ് കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ഇവിടെ ഒരു മഴക്കാറുള്ള അന്തരീക്ഷം, അതുകൊണ്ട് വീഡിയോ ഒത്തിരി ക്ലാരിറ്റി കുറയും. ഇവിടെ കുറച്ച് ചേട്ടന്മാരെ പാടത്ത് കള പറിക്കുക, അതുപോലെ പാടത്ത് കിടക്കുന്ന കല്ലുകളൊക്കെ പറക്കിയിട്ട് ഒരു സൈഡിലേക്ക് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബംഗാളികളാന്ന് തോന്നുന്നു ചേട്ടന്മാർ. എന്തായാലും അടിപൊളിയായിട്ട് പണി ചെയ്യുന്നുണ്ട് അവർ. പണിയിലൊരു വിട്ടുവീഴ്ചയില്ലേ, ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള പണിയാണ്. ഇത് നമ്മുടെ റോഡ് പണിയുടെ ഉപകരണങ്ങളാട്ടോ. 2 സൈഡും പാടം വിതച്ച് ഇട്ടുണ്ട്. പക്ഷികൾ വരാതിരിക്കാൻ ആളുകൾ ഹോണടിക്കുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഈ ഒരു സൈഡ് റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന സൈഡാണ് കഴിയാത്തത്. മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും പറ്റിയ പൊളി പ്ലേസാണ്. നല്ല പാടം, പച്ചപ്പരവധാനി വിരിച്ച പാടം. ഒരു സൈഡ് തെങ്ങും തോപ്പ്. അതുപോലെ ദേശാടന പക്ഷികൾ നന്നായി വരുന്നുണ്ട്. ഒരുപാട് ദേശാടന പക്ഷികൾ വരുന്നുണ്ട്. പക്ഷികളെ പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കാം നമുക്ക്. വയസ്സായ ചേട്ടനുണ്ടല്ലോ, കൃഷി നോക്കാൻ വേണ്ടിയിട്ട് നടന്നു പോകണുണ്ടോ. അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.